SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസിന് മറവിൽ വെള്ളാപ്പള്ളി നടത്തിയ കോടികളുടെ അഴിമതിയുടെ രേഖകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ഈ സാഹചര്യത്തിൽ പരാതി കിട്ടിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് ചെന്നിത്തല അറിയിച്ചു. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും 2% പലിശക്കെടുക്കുന്ന തുക വെള്ളാപ്പള്ളി പാവങ്ങൾക്ക് നൽകുന്നത് 14% പലിശയ്ക്കാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പീപ്പിൾ TV പുറത്തുവിട്ടിരിക്കുന്നത്. അന്വേഷണം വേണമെന്ന് VS ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ VSനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം അതിഥികൾ ചേരുന്നുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ കോഴിക്കോട് നിന്ന് തത്സമയം ചേരും. ഷാജി വെട്ടൂരാൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീ JR പത്മകുമാർ, ഒപ്പം തന്നെ ശ്രീ A റഹീം, ശ്രീ KK മഹേഷ് എന്നിവർ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു സാഹചര്യം വിശദീകരിക്കാൻ നമ്മോടൊപ്പം ശ്രീ KK മഹേഷ്, മൈക്രോ ഫിനാൻസ് സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ VS പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, അത് കൃത്യമായ കണക്കുകൾ പോലും പീപ്പിൾ TV ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. 2% പലിശയ്ക്ക് എടുക്കുന്ന തുക 14% വരെ പലിശയ്ക്ക് നൽകുന്നു. തുടർച്ചയായി ഇത്തരം വ്യാജരേഖകൾ ചമയ്ക്കുന്നു. ആ വിധത്തിലൊക്കെ മഹേഷ്, ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി ഒറ്റവാക്കിൽ ഈ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഒതുക്കിയിരിക്കുകയാണ്. VSനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, മൈക്രോ ഫിനാൻസിനെ കുറിച്ചൊന്നും VSന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ്. അതിനും അപ്പുറത്തേക്ക് ഒരു തെളിവ് നൽകാനോ ഈ കാര്യങ്ങളെ നേർഖണ്ഡിക്കാനോ വെള്ളാപ്പള്ളി തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു സാഹചര്യം എന്താണ്? അതിനെക്കുറിച്ച് എന്താണ് വിശദീകരിക്കാനുള്ളത് മഹേഷ്? ആദ്യമായി എനിക്ക് പറയാനുള്ളത്, VSന് SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസിന്റെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. ബഹുമാനം VSന് അറിയില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആരോ കൊടുത്തത് അതേപടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. ഈ ബഹുമാനായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നത് ശ്രീ TC കൃഷ്ണൻ MLA ആയിരുന്നു, ex-MLA ആയിരുന്നു. ആ സമയത്തും SNDP യോഗം മൈക്രോ ഫിനാൻസിലേക്ക് കോർപ്പറേഷനിൽ നിന്ന് പണം തരികയും ആ ഘട്ടത്തിൽ പോലും നിരവധി യൂണിയനുകൾ ദുർബല വിഭാഗങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് ഫ്രീ ആയി കൊടുക്കുകയും അതാത് പ്രദേശത്തെ ഇൻട്രസ്റ്റുകൾ, കോർപ്പറേഷനുകൾക്ക് അടക്കമുള്ള ഇൻട്രസ്റ്റ് അതാത് യൂണിയൻ വഹിക്കുകയും ചെയ്തു. അത് ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ പത്തനംതിട്ട SNDP യൂണിയനിൽ 50 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയി കൊടുക്കുകയും അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തത് അന്നത്തെ കോർപ്പറേഷന്റെ ചെയർമാനായിരുന്ന ശ്രീ TC കൃഷ്ണൻ ex-MLA ആയിരുന്നു. അതാണ് അതിന്റെ ആദ്യത്തെ ഭാഗം. രണ്ടാമത്, ഇപ്പോൾ 5 കോടി രൂപ ഈ വർഷം ഈ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP യോഗത്തിന്റെ മൈക്രോ ഫിനാൻസിലേക്ക് വിതരണം ചെയ്യുന്നതിന് ലഭ്യമായിരുന്നു. മേൽപ്പടി തുക കേരളത്തിലെ വിവിധ യൂണിയനുകളിൽ രൂപീകരിച്ച് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്ന മൈക്രോ ക്രെഡിറ്റ് ഗ്രൂപ്പുകൾക്ക് നൽകുന്നതിനായിട്ട് SNDP യോഗത്തിന് കിട്ടിയ അതേ പലിശയിൽ തന്നെ അതാത് യൂണിയനുകളിലേക്ക് അക്കൗണ്ട് വഴി ചെക്കുകളായിട്ട് നൽകുകയും അതിന് EMI നിശ്ചയിച്ചു കൊടുക്കുകയും ആ EMI തിരിച്ച് SNDP യോഗത്തിൽ വരികയും അതേ തുക അതേപടി തന്നെ കോർപ്പറേഷന്റെ കൊല്ലം ഓഫീസിലേക്കും അടച്ചുകൊണ്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരികെ എത്താം. ഇത് തന്നെയാണ് സ്വാഭാവികമായും ഈ വിഷയത്തെ ആ വിധത്തിൽ തന്നെയാണ് ന്യായീകരിക്കുന്നത്. പക്ഷേ ഇന്ന് പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ കൂടി പരിശോധിക്കണം. മഹേഷ്, തിരികെ എത്താം. ഞാൻ ശ്രീ ഫസൽ ഗഫൂറിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഇവിടെ 2% പലിശക്കെടുത്ത പണം 12% പലിശയ്ക്ക് വായ്പ നൽകുന്നു. ആ വിധത്തിലാണ് തിരിമറി. വ്യാജരേഖകൾ പോലും നിർമ്മിച്ചു എന്നതിന് തെളിവുകൾ വരുന്നു. പല മൈക്രോ ഫിനാൻസ് സ്വയം സഹായ സംഘങ്ങളും വ്യാജമാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. 14 ജില്ലകളിലും പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ അന്വേഷണം നടത്തിയപ്പോഴും വെള്ളാപ്പള്ളി നടത്തിയത് വൻ അഴിമതിയാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. തുക കൃത്യമായി പല ജില്ലകളിലേക്കും എത്തിയിട്ടില്ല. ഇത്തരം കണക്കുകൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ശ്രീ മഹേഷ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളിൽ എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഇടതുപക്ഷത്തിൻ്റെ കാലത്തായാലും മുൻപത്തെ UDF ഗവൺമെൻറ് കാലത്ത് മോഹൻ ശങ്കർ ചെയർമാനായിരുന്ന കാലത്തായാലും ഈ മൈക്രോ ഫൈനാൻസിലോട്ടുള്ള ഈ പണം പോയിട്ടുള്ളത് ഓൺലി SNDP യോഗത്തിനാണ് കാര്യമായിട്ട്. അന്ന് അസംബ്ലിയിൽ ഇതിനെപ്പറ്റി ചോദ്യം ഉണ്ടായി. ഈ പണം എത്ര പണം എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിലെ ഭൂരിപക്ഷം ഒരു 90% പണം എടുത്തിട്ടുള്ളത് SNDP യോഗമാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ മായത്തെ സംഘടനകൾക്കൊക്കെ ചെറിയ 5 ലക്ഷം 10 ലക്ഷമോ കിട്ടിയിട്ടുള്ളൂ. അത് 2% തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായി? അത് മറിച്ച് കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്, പേപ്പർ അഡ്ജസ്റ്റ്മെൻ്റാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ പണം വരുന്നു, ഞാൻ ഓൾ പവർഫുൾ ആണെന്നെങ്കിൽ ഞാൻ എൻ്റെ ഒരു യൂണിറ്റിനെ വിളിച്ച് പറയണേ, ഞാൻ 2% പകരം ഞാനത് 8% തരാം, അല്ലെങ്കിൽ 10% തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യൂണിറ്റ് നോക്കുമ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യണം അവർ. മാത്രമല്ല അടവ് വേറെ യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടി ആവശ്യമില്ല, സംഘടന ഗ്യാരണ്ടി ഒക്കെയാണ്. ഉദാഹരണം MES ഗ്യാരണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ SNDP യോഗം ഗ്യാരണ്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ NSS ഗ്യാരണ്ടി നിൽക്കുന്നു എന്നൊരു സ്ഥിതിവിശേഷമാണ് അവിടെ വരുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ താഴത്തുള്ള യൂണിറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ തുക കിട്ടുന്നതാണ്. അവർ തമ്മിൽ എന്താ നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ഇപ്പം നമുക്കൊരു ആരോപണം, ഇനി എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. SNDP യോഗം വെള്ളാപ്പള്ളി ആരായിരുന്നെങ്കിൽ അവർ ഇത്ര ശതമാനത്തിന് മറിച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം മാത്രം പറയാൻ പറ്റൂ, മറിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഈ സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല വൻ തുക SNDPക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൂടെയാണ്. അതായത് SNDP യോഗത്തിൻ്റെ മിടുക്കല്ല അത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മോഹൻ ശങ്കർ ആയിരുന്നു, ആർ ശങ്കറിൻ്റെ മകനായിരുന്നു ഞങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്തിരുന്നു. അവർ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് ഞാൻ പറയാം. അന്ന് അവർ പറഞ്ഞെന്താ വെച്ചാൽ ഇത് വെറും ഒരു സമുദായം മാത്രം എടുക്കുന്നു, അതുകൊണ്ട് ദയവ് ചെയ്ത് MES കുറച്ചെടുക്കണം, എന്നാൽ മാത്രമേ എല്ലാവർക്കും കൊടുത്തു എന്ന് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുക ചെയ്തു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ താല്പര്യമില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ആ ഫൈനാൻസ് എടുക്കുന്നുമില്ല. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾ ആൾക്കാരെ മര്യാദക്ക് റീപേയ്മെൻറ്റ് നടത്തും എന്നുള്ളത്. അപ്പോൾ ഒരു അഴിമതിക്ക് വളരെ സ്കോപ്പുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ നിലവിലുള്ളത്. പിന്നെ VSൻ്റെ അടുത്ത് രേഖകളുണ്ടോ ഇല്ലേ, മഹേഷിൻ്റെ അടുത്ത് കൗണ്ടർ രേഖകളുണ്ടോ, ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു മാറ്ററാണ്. ഏതായാലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. ഇപ്പം മൈക്രോ ഫൈനാൻസിൻ്റെ കാര്യമായാലും അധ്യാപക അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമായാലും അതേമാതിരി തന്നെ നമ്മുടെ ആദായ നികുതി 18 കോടി ഡൽഹിയിൽ കെട്ടാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് വളരെ വലിയ ആരോപണങ്ങൾ കുറച്ചു കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. ആ കപ്പൽ മുങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ കൂടെ മുങ്ങിപ്പോകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. യെസ്, തിരികെ എത്താം. ശ്രീ A. റഹീം, ഈ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായും MESന് പോലും കൃത്യമായി ഈ പണം ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വന്നതിന് ശേഷവും വീണ്ടും തുക അനുവദിച്ച് നൽകുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. ഇതെവിടേക്കോ ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. മൈക്രോ ഫിനാൻസിന്റെ തട്ടിപ്പിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? മൈക്രോ ഫിനാൻസ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും നൂതനമായ അഴിമതി സംരംഭമായിരുന്നു. ഏറ്റവും നൂതനമായ 2 തരത്തിലാണ് മൈക്രോ ഫിനാൻസ് ആരംഭിച്ചത്. ഒന്ന്, മൈക്രോ ഫിനാൻസ് ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നു പോകുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു കട്ട് ആൻഡ് റൈസർ പ്രോഗ്രാമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന മൈക്രോ ഫിനാൻസ്. കാരണം SNDP യോഗവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ബന്ധപ്പെടാതിരുന്ന ഒരു ശ്രീനാരായണീയരായ സ്ത്രീകളെ കുടുംബങ്ങളിലേക്ക് നേരിട്ടെത്തുന്നതിനുള്ളൊരു കുറുക്കു വഴിയായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അത് ഒരു വെടിക്ക് 2 പക്ഷിയായിരുന്നു. ഒന്ന്, ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു നിരന്തര ബന്ധത്തിനുള്ള ഒരു ഉപാധി. രണ്ടാമതൊന്ന്, അഴിമതിയുടെ, ശുദ്ധമായ അഴിമതിയുടെ. ഇവിടെ ശ്രീ ഫസൽ ഗഫൂർ അതിൻ്റെ സാധ്യതകൾ വെളിപ്പെടുത്തിയല്ലോ. 2% പലിശയ്ക്ക് പിന്നോക്ക വികസന കോർപ്പറേഷൻ SNDP യോഗം ജനറൽ സെക്രട്ടറി കൊടുക്കുന്ന ചെക്കാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ഇത് കേട്ടിരിക്കുന്ന സാധാരണക്കാർ, ശ്രീ മഹേഷ് എന്ത് വേണോ പറഞ്ഞോട്ടെ, ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഉത്തരവില്ലല്ലോ. എന്താ ഉത്തരവില്ലാത്തതിന് കാരണം? ശ്രീനാരായണീയരായ ജനസംഖ്യയുടെ 90 ലക്ഷം വരുന്ന ഈ കേരളത്തിലെ ജനസമൂഹം, അതിൽ ഈ മൈക്രോ ഫിനാൻസ് പദ്ധതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ, അവർ പറയട്ടെ അവർക്ക് എത്രയാണ് കിട്ടിയെന്ന്. 2% സർക്കാർ വെള്ളാപ്പള്ളിയുടെ കയ്യിലേക്ക് കൊടുത്തത്. വെള്ളാപ്പള്ളി എത്രയ്ക്ക് ഈ പാവങ്ങൾക്ക് വിതരണം ചെയ്തു? ഇത് കേട്ടിരിക്കുന്ന, രാവിലെ മുതൽ ഈ വാർത്ത കാണുന്ന ജനലക്ഷങ്ങൾക്കത് അറിയാമല്ലോ. അതിനെക്കുറിച്ച് അവർ പറയട്ടെ. ഇത് ശുദ്ധ കളവായിരുന്നു നടന്നത്, ശുദ്ധ അഴിമതിയായിരുന്നു. ഇവിടെ അന്വേഷണം പറയുമ്പോൾ എന്താ പറയുന്നത്? അന്വേഷണം പറയുമ്പോൾ VSനെ തെറി വിളിക്കുന്നു. പരിണിതപ്രജ്ഞനായ VSനെ പോലത്തെ അവനെ ആരോപണം ഉന്നയിക്കുന്നവരെ തെറി വിളിക്കുന്നു. ആരോപണം ഉന്നയിച്ച് കോടതി കയറിയ പലരെയും തല്ലുന്നു, ഗുണ്ടകളെ അയക്കുന്നു. ഇതാണ് ഇദ്ദേഹം എടുക്കുന്ന സമീപനം. ശ്രീ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കൂടി പോകുന്നു. മുങ്ങാൻ പോകുന്ന കപ്പലിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ എപ്പോഴെല്ലാം പ്രതിരോധത്തിലാകുമോ അപ്പോഴെല്ലാം തന്നെ ഒരു രാഷ്ട്രീയമായ കവചമെടുത്തണിയുന്ന ഒരു സമീപനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെതിരെ ഇപ്പോഴല്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ലൈംലൈറ്റിലേക്ക് വന്ന ഘട്ടം മുതൽ തന്നെ വിവിധ ആരോപണങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. ഓരോ ആരോപണം വരുമ്പോഴും രാഷ്ട്രീയമായ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി അദ്ദേഹം യത്നിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആ BJP ഓഫറുമായി മുന്നോട്ട് വയ്ക്കുന്നു. ഞാൻ സംശയിക്കുന്നു BJP ഒരുപക്ഷെ ബ്ലാക്ക് മെയിൽ പോലും എടുത്തിട്ടുണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, ഈ നമ്മുടെ ഈ മടിക്കെട്ടിൽ കനമുള്ളവനാണല്ലോ പേടിക്കേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലും ഈ പറയുന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ കുടുംബക്കാരും. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവേശനം, അദ്ദേഹം ഈ അഴിമതിക്കാര്യത്തിൽ അദ്ദേഹം പറയുന്ന വല്ലാതെ വിരൽ പിടിച്ചുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഒക്കെ അദ്ദേഹത്തിന്റെ സിംഹാസനം തകർന്നു വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരൊറ്റ തിരിച്ചറിവിൽ നിന്നാണ്. പക്ഷേ ഇത് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി ഈ അഴിമതിയെ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കെടുകാര്യസ്ഥ ഈ പറയുന്ന വിദ്യാർത്ഥികളെ, ഈ ശ്രീനാരായണീയരായ കൊച്ചു കുട്ടികളിൽ നിന്ന് പോലും +2 കഴിഞ്ഞു പോകുന്ന കുട്ടികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്നു. അതിന് കണക്കുമില്ല. ഈ നാട്ടിൽ പകൽ പോലെ വെളിച്ചമായ കാര്യമാണത്. ഇതിലെല്ലാം എവിടെയാണ് അന്വേഷണം നടത്തി പോകേണ്ടത്? ഇവിടെ രസകരമായൊരു കാര്യം, ഇത് നേരത്തെ ചോദിച്ചല്ലോ, വിവിധ ഘട്ടങ്ങൾ നടന്നുവെന്ന്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ വളരെ കൃത്യമായ തെളിവുകളോടുകൂടി ആരോപിക്കപ്പെട്ട പല തെളിവുകളും വിവിധ ഘട്ടങ്ങളിൽ എങ്ങുമെത്താതെ പോയിട്ടുണ്ട്.
എങ്ങുമെത്താതെ പോയിട്ടുണ്ട്. അത് SNDP യോഗത്തിന് പുറത്തുള്ളവർ കൊടുത്തതല്ല. SNDP യോഗത്തിൻ്റെ ഈ റാങ്ക് ആൻഡ് ഫൈനലുള്ളവർ നിൽക്കുന്നവർ, അതിനുള്ളിൽ നിൽക്കുന്നവർ, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നവർ, അവർ പല ഘട്ടങ്ങളിലായി വളരെ കോൺക്രീറ്റ് എവിഡൻസോടുകൂടി പലയിടങ്ങളിലും പോയത് എങ്ങുമെത്താതെ പോയിട്ടുണ്ട്. ഒരു SNDP യോഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് തന്നെ പറഞ്ഞത് 8 ബെഞ്ചുകളിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള 2 കേസുകൾ എടുത്തില്ല. ശ്രീ ഷാജി വെട്ടൂരാനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പരിമിതി. 8 ബെഞ്ചുകളിൽ ഇതെവിടെയൊക്കെയാണ്? കോടിക്കണക്കിന് ഇവിടെ കോഴപ്പണമാണ്. ഇത് അദ്ദേഹം അധ്വാനിച്ച പൈസയല്ല, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബിസിനസ്സിലൂടെ അദ്ദേഹം സമ്പാദിച്ച പൈസയല്ല, അദ്ദേഹത്തിൻ്റെ ആൻസസ്റ്റർ പ്രോപ്പർട്ടി അല്ല. ഇത് ഈ നാട്ടിലെ ശ്രീനാരായണീയരെ വില പറഞ്ഞു വിറ്റ് ഈ നാട്ടിലെ സാധാരണ ഗവൺമെൻറ് പണം ഒക്കെ എടുത്തുകൊണ്ടുള്ള വലിയ ക്രൂരമായ അഴിമതി, ആ അഴിമതിയിലൂടെ ഉണ്ടാക്കിയ കോടിക്കണക്കിന് ബ്ലാക്ക് മണി, ആ ബ്ലാക്ക് മണി ഉപയോഗിച്ച് അദ്ദേഹം നിൽക്കുകയാണ്. ഒരു സൈക്ലിംഗ് പ്രോസസ്സാണ്. കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൈക്രോ ഫണ്ടിങ് ഇവിടെ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ 2% ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് കിട്ടുന്നത്. ഈ പാവപ്പെട്ട മൈക്രോ ഫണ്ടിങ്ങിലുള്ള സ്ത്രീകളുടെ നിന്ന് ഈ പൈസ കൊടുത്തിട്ട് 12% തൊട്ട് 16% കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് വ്യക്തമായ തെളിവുമുണ്ട്. അതാത് മൈക്രോ യൂണിറ്റിലുള്ള വനിതകൾ അവരെ ആ പ്രദേശത്തുള്ള ബാങ്കിലാണ് ഈ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആഴ്ച തോറും അവർ പിരിക്കുന്ന പൈസ ആ കൺവീനർ ആ ബാങ്കിലാണ് ഇടുന്നത്. മാസം ആവുമ്പോൾ തികയുമ്പോൾ ഈ പൈസ ആ സമ്പത്തെടുത്ത് നേരെ യൂണിയനിൽ വയ്ക്കും. യൂണിയനിൽ നേരെ SNDP യോഗത്തിലാണ് അയക്കുന്നത്. അവിടെ ആ 12% മൈനസ് ചെയ്തിട്ട് ഈ 2% ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ പോകുന്നത്. ഇത് ക്ലിയർ ഒരു അന്വേഷണം ഇട്ടാൽ ക്ലിയർ എവിഡൻ്റ് ആണ്. ഞങ്ങൾ വരെ ആ ഡീറ്റെയിൽസ് എടുത്ത് തരാൻ ബില്ലിംഗ് ആണ്. ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എത്ര ഫണ്ട് കൊടുത്ത്, ഏതൊക്കെ യൂണിയനിൽ കൊടുത്ത്, എന്തൊക്കെ അടച്ചെന്നും ശരിക്കും ക്യാരിയിങ് ഏജൻറ്റ്, കണ്ടക്റ്റിംഗ് ഏജൻറ്റിന് 2% എടുക്കാമെന്ന് റൂളുണ്ട് സെൻട്രൽ ഗവൺമെൻറ്. ശരിക്ക് ഈ മൈക്രോ ഫണ്ടിങ് സ്കീം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പെണ്ണുങ്ങളും ആ കുടുംബങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ആ പാവപ്പെട്ട ആൾക്കാരെ ചട്ടി കൈയിട്ട് മോട്ടിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശ്രീ JR പത്മകുമാർ, ഇവിടെ വെള്ളാപ്പള്ളിയെ സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുകയായിരിക്കും താങ്കൾ. കാരണം നിലവിൽ BJPയുടെ സീറ്റ് ചർച്ചകൾ വരെ ഈ വിധത്തിൽ ഭാഗം വെച്ചുകൊണ്ടുള്ള തർക്കങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു എന്നാണ്, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം മേയർ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചൊക്കെ ആ വിധത്തിൽ നീങ്ങുന്നു എന്നാണ് അറിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ മൈക്രോ ഫൈനാൻസ് ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മൈക്രോ ഫൈനാൻസ് അതിൻ്റെ കോർഡിനേറ്റർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് അതിൻ്റെ രീതി. അതിനെ എതിർക്കുന്ന രീതിയിൽ VSൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, ഇവിടെ വിശദീകരിച്ചിട്ട്. അതിനൊക്കെ ആൻസർ പറയേണ്ടത് മൈക്രോ ഫൈനാൻസിന് ചുമതലപ്പെട്ട ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം SNDPയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലമാണ്. പക്ഷേ ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് താൽക്കാലികമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലേക്ക് മാത്രമല്ലാതെ അതിനുമപ്പുറത്തേക്ക് ഇത്ര വലിയൊരു തട്ടിപ്പിന്റെ ആരോപണ വിധേയനായി നിൽക്കുന്ന ആൾ അത് ന്യായീകരിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടിയില്ലേ? അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആരോപണം ഉയർന്നു വരുന്നത് എപ്പോഴാണെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളാരും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നു? ഇവരൊക്കെ ആലോചിച്ചിരുന്നത് എപ്പോഴും ഒരു സംഘടന, ഒരു സ്വതന്ത്രമായൊരു സംഘടന എന്നും തങ്ങളുടെയൊക്കെ പോക്കറ്റ് സംഘടനയായി നിൽക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ ചലിക്കണം, ഞാൻ പറയുന്നത് പോലെയൊക്കെ ചലിക്കണം, ഞങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സാമ്പത്തികമായി ഇറഗുലാരിറ്റീസ് SNDPയിലുണ്ടെന്ന് ഞാൻ സമ്മതിക്കുകയില്ല. SNDPക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സഹകരണ സംഘങ്ങൾ എത്ര രീതിക്കാണ് പിരിക്കുന്നത്? അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ? ഈ കേരളത്തിൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഏതെങ്കിലും നിങ്ങൾ വളയ പണയം വയ്ക്കാൻ, മാല പണയം വയ്ക്കാൻ നിങ്ങൾ ചെന്ന് നോക്കുക. എത്ര ശതമാനം പലിശ ഈടാക്കുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ബില്ല് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഇവിടെ മുത്തൂറ്റ് പോകുന്നുണ്ട്, ഇവിടെ ഒരുപാട് ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ ഇത്ര രൂപ പലിശ എടുത്തിരിക്കുന്നു എന്ന് ബില്ല് തരാൻ തയ്യാറുണ്ടോ? ഒരു സ്ഥലത്തുമില്ല. അവർക്ക് തോന്നിയതുപോലെ ഇൻട്രസ്റ്റ് പിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കും. കേരളത്തിൽ സാമ്പത്തിക തിരിമറി നടക്കുന്നുണ്ടെങ്കിൽ അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ? അത് മാത്രമല്ല, ഇന്ന് ഈ കേന്ദ്ര ഗവൺമെൻറ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, സംസ്ഥാന ഗവൺമെൻറ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ വിധവകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് മറ്റു രീതിയിലുള്ള ചില മൈനോറിറ്റി ഓർഗനൈസേഷൻസുകൾ വാങ്ങുന്നുണ്ട്. നിങ്ങളൊന്ന് ആഡിറ്റ് ചെയ്ത് നോക്കുക ഏത് സമുദായത്തിന് വളരെ വേഗം ഒരു ഇടവേള അനുവാദമായിരിക്കുന്നത് കൊണ്ടാണ്. ശ്രീ പത്മകുമാർ
പറഞ്ഞു വെച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ SNDP-ക്കെതിരെ വെള്ളാപ്പള്ളിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു? മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് മറ്റു പല വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്നുകൂടി പറയുന്നിടത്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ളത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ മഹേഷിലേക്ക് തന്നെ വരികയാണ്. മഹേഷ്, ഇവിടെ ചോദിച്ച ഒരു സുപ്രധാനമായ ചോദ്യമുണ്ട്. VS അത് തന്നെയാണ് ചോദിച്ചത്. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയേറെ സുതാര്യമാണെങ്കിൽ ശ്രീ പത്മകുമാർ സൂചിപ്പിച്ചതുപോലെ എല്ലാ വ്യക്തിയുമായുള്ള പണമിടപാടുകളുടെ രേഖകളും ഒരുപക്ഷെ നൽകാനാവില്ല. പക്ഷേ കൃത്യമായ കണക്കുകൾ ഓരോ ജില്ലകളിലേക്കും പണം നൽകിയ കണക്കുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലെല്ലാം ക്രമക്കേടുകളാണ്. വ്യാജരേഖ പലർക്കും ചമച്ചിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി അക്കമിട്ട് ന്യായീകരിക്കാൻ എന്തുകൊണ്ട് ഇന്ന് വെള്ളാപ്പള്ളിക്ക് ആയില്ല? അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യായീകരണമായിരുന്നില്ലേ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിരുന്നത്? ശ്രീ മഹേഷ്. മഹേഷിന് ടെലിഫോൺ ലൈൻ കട്ടായതാണ്. യെസ്, നമുക്കതായാലും ശ്രീ ഫസൽ ഗഫൂറിലേക്ക് വരികയാണ്. ഇവിടെ പണം നൽകിയതിൻ്റെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീ ഷാജി വെട്ടൂരാൻ ഒന്നുകൂടി ആ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമാക്കുകയും ഉണ്ടായി. പക്ഷേ പല ഘട്ടങ്ങളിലും സംഭവിച്ച കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന ഘട്ടത്തിലും പിന്നീടും പണം നൽകുന്ന അവസ്ഥയുണ്ടായി. VS തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു, ചെന്നിത്തലയ്ക്ക് അറിയാമായിരുന്നു എന്ന്. ആ സമയത്തൊന്നും നടപടി ഉണ്ടായില്ല. ഇന്നിപ്പോൾ ഈ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായി വന്ന സാഹചര്യത്തിൽ പരാതി കിട്ടിയാൽ വിജിലൻസ് അന്വേഷണമാകാമെന്നൊരു നിലപാട് ആഭ്യന്തരമന്ത്രി എടുക്കുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളെ കൂടി പരിശോധിക്കേണ്ടതല്ലേ ശ്രീ ഫസൽ ഗഫൂർ? ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, SNDP-യുടെ സെറ്റപ്പ്, MES-ന്റെ സെറ്റപ്പ്, NSS-ന്റെ സെറ്റപ്പ് വ്യത്യസ്തമാണ്. SNDP യോഗത്തിൽ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്, SN ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. SNDP യോഗത്തിലെ മെമ്പർമാരൊന്നും ട്രസ്റ്റിലെ മെമ്പർമാരല്ല, എല്ലാവരും കുറച്ച് പേര് മാത്രം മെമ്പർമാരാണ്. ഈ കംപ്ലീറ്റ് അപ്പോയിൻമെൻ്റ് കാശ്, മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം SN ട്രസ്റ്റിലാണ് കിടക്കുന്നത്. NSS-ൽ അങ്ങനെയല്ല. NSS ഒരു കമ്പനിയാണ്. അപ്പോൾ എല്ലാവരും തുല്യരാണ്. NSS ജനറൽ സെക്രട്ടറിക്ക് തീർച്ചയായിട്ടും കൂടുതൽ പവറുണ്ട്. MES-നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫെഡറൽ സിസ്റ്റമാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡയാർക്കി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, സെൻട്രൽ കോളേജ് കമ്മിറ്റി, സ്കൂൾസ് കമ്മിറ്റിയുടെ മാനേജറുണ്ട്. അവരാണ് മാനേജർമാർ. ഇവിടെ SNDP-യെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരാളാണ്. ഫൈനാൻസ്, മൈക്രോ ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്ന വെള്ളാപ്പള്ളിയാണ്. അപ്പോയിൻമെൻറ്റ് സ്കൂളിലെ കൺട്രോൾ ചെയ്യണ വെള്ളാപ്പള്ളിയാണ്. കോളേജിൽ കൺട്രോൾ ചെയ്യണ വെള്ളാപ്പള്ളിയാണ്. SN ട്രസ്റ്റിൻ്റെ സെക്രട്ടറി വെള്ളാപ്പള്ളിയാണ്. അതിൻ്റെ വൈസ് പ്രസിഡന്റ് അത് ആരോ എന്തോ മോനാണ്, അതൊന്നും കേൾക്കണോ, കുഴപ്പമില്ല. SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയും വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ എല്ലാ പവറും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും വെള്ളാപ്പള്ളി നടേശൻ്റെ അറിവില്ലാതെ ഒരു കോളേജിലൊരു സീറ്റ് കൊടുക്കാൻ പറ്റില്ല. മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇടുക്കിയിലെ കോളേജിൽ സീറ്റ് കൊടുക്കുന്നത് അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയാണ്. ഞാൻ ഒപ്പിടേണ്ട ആവശ്യമില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ഒരു കോളേജിൽ ഒരു BCom സീറ്റ് കിട്ടണമെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ ഒപ്പിടണം. അവിടെയാണ് ഇതിൻ്റെ മനസ്സിലായ ജനാധിപത്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ടോട്ടലി അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്റ്റൈലിലാണ് SNDP ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയത് SNDP യോഗത്തെയാണ്. ശ്രീനാരായണ ഗുരു SN ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ പഠിക്കേണ്ടതും നമ്മുടെ കൈരളി പഠിക്കേണ്ടതായിട്ടുള്ള മാറ്റർ, എന്നാണ് SN ട്രസ്റ്റ് വന്നത്, എന്താണ് അതിൻ്റെ ഘടന, എങ്ങനെയാണ് ഈ മൈക്രോ ഫൈനാൻസ് ഒക്കെ SN ട്രസ്റ്റിലൂടെ പോകുന്നത്, SNDP യോഗത്തിന് എന്താണ് റോളുള്ളത്, SNDP യോഗം വെറും ഒരു ഉപഭോക്താവ് മാത്രമാണോ, അല്ല വെറും അണികൾ മാത്രമാണോ? വെള്ളാപ്പള്ളി നടേശൻ വിളിക്കുമ്പോൾ ജാഥക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകൾ മാത്രമാണോ? കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരാണ്. വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോഴത്തേനും BJP-ക്ക് വോട്ട് ചെയ്യും. വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യും. വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ ഇടയ്ക്ക് CPM-ന് വോട്ട് ചെയ്യും. എങ്ങനെ ഇത് വന്നു തീർത്തു? ശ്രീനാരായണ ഗുരു, ധർമ്മപരിപാലന സംഘം, മഹാനായ കുമാരനാശൻ തൊട്ട് അഡ്വക്കേറ്റ് രാഹുലം വരെയുള്ള വളരെ ജനങ്ങളുടെ ഇടയിൽ വളരെ മതിപ്പും ഇതുമുള്ള ആൾക്കാർ മനസ്സിലായില്ലേ കൊണ്ടു നടന്ന ഈ സംഘടന എങ്ങനെ ഒരു കള്ള് കച്ചവടക്കാരൻ്റെ കയ്യിലോട്ട് പോയി? അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഘടന നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ മറ്റു സാമുദായിക സംഘടനകളുടെ ഘടനയും നിങ്ങൾ പഠിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ പണത്തിൻ്റെ മുകളിൽ. പിന്നെ പണം വെട്ടിച്ചോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് മാത്രമേ ശ്രീ മഹേഷ്, ഇവിടെ ശ്രീ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. SN ട്രസ്റ്റിന്റെ രൂപീകരണ ഘടനയെ പോലും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ മുതൽ കാര്യങ്ങൾ സുതാര്യമല്ല എന്നത് വ്യക്തമാണ്. മൈക്രോ ഫിനാൻസിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി ഏതൊക്കെ ജില്ലകളിൽ കൃത്യമായി എവിടെയൊക്കെ പണം വിനിയോഗിച്ചു എന്ന ഒരു വിശദീകരണമായിരുന്നു വെള്ളാപ്പള്ളി നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ നമുക്കിതൊന്നും ചർച്ച ചെയ്യേണ്ടി വരില്ലായിരുന്നു. ശ്രീ മഹേഷ്. അല്ല, ആദ്യം ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആൾക്കാരെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആൾക്കാർക്ക് പണം എടുത്ത് കൊടുത്തില്ല. എന്നാൽ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്.
ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഈ 5 കോടി രൂപ മാത്രമല്ല ഒരു നിരവധി ബാങ്കുകളിൽ നിന്ന് പണമെടുത്ത് ഞങ്ങളുടെ പാവപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പണം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം ഫസൽ ഗഫൂർ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്, ഞാൻ എല്ലാവരുടെയും കേട്ടില്ല, എന്തായാലും ഒന്ന് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത്രയും വലിയ ബേജാറുണ്ടാവുന്നത് 10-20 വർഷങ്ങൾക്ക് മുമ്പ് SNDP യോഗത്തിന്റെ സംഘടനാ സംവിധാനം എന്തായിരുന്നോ അതേപോലെ തന്നെ ഈഴവ സമുദായം എല്ലാവരെയും പേടിച്ച്, അല്ലെങ്കിൽ ഈഴവ സമുദായം ചിതറി കിടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനോ ഇതുപോലുള്ള ആരോപണങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ SNDP ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷം SNDP യോഗം ശക്തി പ്രാപിച്ചു. ഏതാണ്ട് 138 യൂണിയനുകളായി, 6000-ന് മേൽ ശാഖകളായി, 30,000 കുടുംബ യൂണിറ്റുകളായി, 75,000-ന് മേൽ മൈക്രോ ഗ്രൂപ്പുകളായി, വനിതാ സംഘം, അതൊക്കെ നമുക്ക് കണക്കുകൾ കാണിച്ച് കേൾക്കാൻ രസമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതല്ല വിഷയം. അല്ല ഞങ്ങൾക്ക് പറയാൻ ചോദ്യത്തിന് പറയാൻ അവസരം തരണം. നമുക്ക് അതിലേക്ക് വരാം. അത് അവസരം തരാതെ വെറുതെ അല്ല, അതിന്റെ കൃത്യമായ മറുപടിയിലേക്ക് തന്നെ വരിക. എങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ട്രാൻസ്പെറന്റ് ആയിരുന്നു കാര്യങ്ങളെങ്കിൽ? അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ മറുപടിയിലേക്ക് വരുന്നത്. അങ്ങനെ സംഘടന ഏറ്റവും ശക്തമായപ്പോൾ ശ്രീ ഫസൽ ഗഫൂറിനെ പോലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അത് സ്വാഭാവികമാണ്. അതുപോലെ രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ വേറൊരാള് കള്ളുവച്ചവടക്കാരൻ, എനിക്ക് ആളാരാണെന്ന് മനസ്സിലായില്ല, കള്ളുവച്ചവടക്കാരൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആൾക്കാർ ഈ പറയുന്നതെല്ലാം SNDP യോഗം വളരെ ശക്തമായ സംഘടനാ സംവിധാനത്തോടെ പോകുമ്പോൾ ഇന്നലെ വരെ തിരിച്ചറിയാതിരുന്ന, അല്ലെങ്കിൽ തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് തിരിച്ചറിയാതിരുന്ന ഇവിടുത്തെ ഈഴവ സമുദായം വിദ്യാഭ്യാസത്തിലൂടെ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് അവർ പ്രതികരിക്കാൻ തുടങ്ങി, അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി, അവർ സംഘടനയായി. ആ സംഘടനയാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടിപ്പിക്കുമ്പോഴത്തേക്ക്, ശക്തമാകുമ്പോഴത്തേക്ക് ഇതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. ഒന്ന് മനസ്സിലാക്കുക, ഇത്രയും വർഷമായിട്ട് ഇത്തരം ആരോപണം ഇല്ലായിരുന്നു. ഇപ്പൊ മാത്രം എന്തുകൊണ്ടാണ് ഈ ആരോപണം? അതിലേക്ക് തന്നെ വരാം. ശ്രീ കെ മകേഷ്, തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ഇവിടെ ശ്രീ മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ SNDPക്ക് ഇതിൽ തർക്കമില്ലല്ലോ, ശ്രീ ഫസൽ ഗഫൂറിനെ പോലെയുള്ളവർക്കാണല്ലോ ഈ വിഷയത്തിൽ തർക്കം എന്ന് സൂചിപ്പിച്ചെടുത്ത് തന്നെ തുടങ്ങുകയാണ്. ഇവിടെ ശ്രീ ഷാജി വെട്ടൂരാനോട് ചോദിക്കാം, യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ കാണിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വമൊന്നും SN ട്രസ്റ്റിനില്ലേ? അതിനപ്പുറത്തേക്ക് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ തർക്കങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്ന സാഹചര്യത്തിൽ അത് ആർക്കാ ഈ വിധത്തിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശം എവിടെയാണുള്ളത്? SNDP യോഗത്തിൻ്റെ മെമ്പേഴ്സിനാണ് അതിൻ്റെ അധികാരം. ശരിക്കും 28 ലക്ഷം ആൾക്കാരാണ് മെമ്പേഴ്സ്. വെള്ളാപ്പള്ളി നടേശൻ വന്ന ശേഷം 200-1 അത് 10,464 വോട്ടേഴ്സിനെ ഉണ്ടാക്കി, ബോർഡ് മെമ്പേഴ്സാക്കി. അങ്ങനെയാണ് ആ സിസ്റ്റം പോകുന്നത്. അതിലൊരു 3000 തൊട്ട് 4000 പേര് ഇലക്ഷന് കൊണ്ടുവന്നിട്ട് പുള്ളി തന്നെ അത് വോട്ടെടുപ്പിക്കുകയും കള്ളവോട്ട് എടുപ്പിച്ച് ജയിപ്പിച്ചിട്ട് ഹീറോ എന്ന് പറഞ്ഞ് സെൽഫ് ഹീറോ ആയിട്ട് പറയുന്ന. ഞാൻ കഴിഞ്ഞ ഇലക്ഷന് നിന്ന ആളാണ്. ആ നിന്ന കാൻഡിഡേറ്റിന് വോട്ടിടാൻ അധികാരമില്ല. പ്ലസ് ഇന്ന ഏജൻറ്റ് പ്രൊവൈഡ് ചെയ്യില്ല, കൗണ്ടിങ് ഏജൻറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. എന്ത് ഇലക്ഷനാണ്? ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ടൈപ്പ് ഒരു ഇലക്ഷൻ? അപ്പോൾ അത് ഒരു സെൽഫ് ഡിസൈൻഡ് പ്രോഗ്രാമാണ്. ഒരു കറപ്ഷൻ ശരിക്ക് ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ സിറ്റുവേഷനല്ല നമ്മൾ എതിർക്കുന്നത്. SNDP യോഗം ശരിക്കും പറഞ്ഞാൽ ഗുരുദേവൻ സ്ഥാപിച്ച സ്ഥാപനമാണ്. അതിൽ ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ ആശയത്തിനെ തല്ലി ഉടച്ചിട്ട് രാഷ്ട്രീയ ഒരു ചേർച്ച കൊണ്ടുവരുന്നതിലാണ് നമ്മളിലുള്ള ഈഴവർക്കെല്ലാം എതിർപ്പ്. ഇപ്പോൾ LDF എടുത്താലും UDF എടുത്താലും ബാക്കി സമുദായത്തിനെ വെച്ച് കമ്പയർ ചെയ്താൽ വലിയ മെച്ചമൊന്നും ഈഴവർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന BJP ആയാലും 10-35 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനും ഒരു ഹിന്ദുവാണ്. പക്ഷേ ഈ ഹിന്ദുക്കൾ പുറകോട്ട് നിൽക്കുന്ന കാരണമെന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങളിൽ അറിവും സമ്പത്ത് എത്താത്തതുകൊണ്ടാണ്. ആ വഴിക്ക് ആലോചിക്കണം. ഇന്ന് കേരളം എടുത്ത് പരിശോധിച്ചാൽ ഈഴവരുടെ ആ സെയിം റേഷ്യോയിലാണ് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും നായസായാലും. ആ ഈക്വൽ റേഷ്യോ നിൽക്കുന്നവരെ തമ്മിൽ അടുപ്പിച്ച് ഒരു വേറൊരു രീതിയിൽ ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോകുന്ന നമ്മൾ എതിർക്കുന്നുണ്ട്. കാര്യം ഗുരുദേവന്റെ കാഴ്ചപ്പാട് നമുക്ക് ഉടയ്ക്കാൻ പറ്റില്ല. ശ്രീ റഹീം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ താങ്കളടക്കമുള്ള ഒരുപക്ഷെ CPM-നെ പോലെയുള്ള പാർട്ടികളൊക്കെ അതിനെ മുതലെടുക്കാൻ വേണ്ടിയാണോ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്? അങ്ങനെയാണ് എന്നാണ് ശ്രീ പത്മകുമാർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായത്. ആ രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ ഒരു വിധത്തിൽ സംശയം ഉളവാക്കുന്നില്ലേ? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അഴിമതിക്കാരനാണ് എന്നുള്ള കാര്യവും അദ്ദേഹത്തിന്റെ അധികാരത്തെ സംബന്ധിച്ചും ഇപ്പോഴല്ല ചോദ്യം ഉയർന്നിട്ടുള്ളത്. CPIM-ഓ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ഇതിനകത്ത്
ഫസൽ ഗഫൂറിന് എന്ത് അവകാശം ചോദിച്ചല്ലോ. ശ്രീ ഷാജി വെട്ടൂരാനും ശ്രീ കിളിമാനൂർ ചന്ദ്രബാബുവിനും ശ്രീ ഗോകുലം ഗോപാലിനുള്ള അവകാശം ശ്രീ മഹേഷ് തള്ളിപ്പറയില്ലല്ലോ, SNDP തള്ളിപ്പറയില്ലല്ലോ. ആ സമുദായത്തിനകത്ത് തന്നെയുള്ളവർ അതിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ, എന്തിനേറെ വെള്ളാപ്പള്ളിക്ക് മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്ന KPCCയുടെ നേതാവായിരുന്നല്ലോ ശ്രീ ഗോപിനാഥൻ. അദ്ദേഹം ശക്തമായി കലഹിച്ചു പുറത്തുപോയ ആളല്ല. ഞാനതിൻ്റെ ചരിത്രത്തിൽ പോകുന്നില്ല, പലതവണ ഉന്നയിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ സംഭാവനയാണിത്, ഉൽപ്പന്നമാണിതെന്ന് പറയുന്നത് തെറ്റാണ്, അടിസ്ഥാനപരമായി തെറ്റാണ്. ഇവിടെ ഒരു അപകടം, ശ്രീ പത്മകുമാറിൻ്റെ വർത്തമാനം, ശ്രീ മഹേഷിൻ്റെ വർത്തമാനം എന്താ പറയുന്നത്? അവർ വളരെ ഫലപ്രദമായി വെച്ചെന്താ, മുത്തൂറ്റ്, ചില പേരുകൾ, ചില ധനകാര്യ സ്ഥാപനങ്ങളുടെ പേരുകളൂടെ പറഞ്ഞു. മുത്തൂറ്റ്, എന്താ മുത്തൂറ്റ്? ആൾ കേട്ടിരിക്കുന്നവർക്ക് അറിയാലോ. ഇതാ പ്രശ്നം. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ, ഞങ്ങളെ തെറ്റ് മാത്രം നോക്കാനിരിക്കുന്നു. ഇവിടെ മറ്റു പലരും തെറ്റ് ചെയ്യുന്നുണ്ട്. ഏതാ മതാടിസ്ഥാനത്തിലും ജാതി അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, പത്മകുമാർ പറഞ്ഞപ്പോൾ ഞാൻ സഹിഷ്ണുതയോടെ കേട്ടിരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ ഇവിടെ അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ, ചില മൈനോറിറ്റി സ്ഥാപനങ്ങൾ, അതോടൊപ്പം മുത്തൂറ്റ്, അവർ ഫസൽ ഗഫൂറിനെതിരെ പറയുന്നത്. ഇവിടെ പ്രശ്നം ഏത് എന്നുള്ളതല്ല, ശരിയും തെറ്റും എതിർക്കുമ്പോൾ ആ തെറ്റ് ചെയ്യുന്നവർ ഈ ജാതിയുടെയും മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആവരണം എടുത്ത് മുമ്പിൽ പിടിച്ച് ഞങ്ങളത് ആ മതത്തിൻ്റെ പേരിൽ ആക്രമിക്കുന്നു, പോസ്റ്റർ മുട്ടിച്ചടക്കാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ചൂഷണം ചെയ്യുന്നത് CPM അല്ല, ഇടതുപക്ഷമല്ല, ഇവിടുത്തെ ഒരു രാഷ്ട്രീയവുമല്ല. ഇത് യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യുന്നത് താൻ നടത്തുന്ന അഴിമതി, അതും കടുത്ത അഴിമതി, അദ്ദേഹത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട SNDPക്കകത്ത് തന്നെ നേതൃത്വം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള കടുത്ത നിയമ പോരാട്ടങ്ങൾ, ഇവിടെയെല്ലാം അദ്ദേഹം ഒരു ഡിഫൻസ് മൂഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും ഒരു പുറംചട്ടയണിഞ്ഞ് തൻ്റെ അഴിമതിക്ക് വെള്ളപൂശാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് കേരളം കാണണം. ഇത് കേരളത്തിൽ ഒരു തെറ്റായ കീഴ്വഴക്കമുണ്ടാകും. BJPയെ സംബന്ധിച്ച് ഇവിടെ അവർ പറയുന്നു നായാടി മുതൽ നമ്പൂതിരി വരെ. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്നുള്ളതാണ്. കാസർഗോഡ് ജോഗ്രഫിക്കലി അങ്ങേയറ്റവും തിരുവനന്തപുരവും ഇങ്ങേയറ്റമാണ്. നായാടിയും ഈ പറയുന്ന നമ്പൂതിരിയും ഏത് തരത്തിലാണ് ഒരറ്റവും ആറ്റവും ആകുന്നത് ഇവർ പറയണ്ടേ? ഇപ്പോഴും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയും നായാടി മുതൽ നമ്പൂതിരി വരെ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി മിശിഹാവേഷം ചമഞ്ഞു കിടക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി ഇപ്പോൾ തുടർച്ചയായി അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ടേമാണത്. അദ്ദേഹത്തിൻ്റെ SNDP യോഗം നടത്തുന്ന സ്ഥാപനങ്ങളിൽ, ഈ പറയുന്ന കോളേജുകളിൽ അദ്ദേഹം 904 പ്രവേശനം കൊടുത്തിട്ടുണ്ട്. കോളേജുകളിൽ മാത്രം അധ്യാപക നിയമനം 904 നിയമനങ്ങൾ 2014 വരെ നടത്തിയതിനിടയിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നിയമിച്ച കഥ പറ. ആരെങ്കിലും നിയമിച്ചിട്ടുണ്ടോ? എന്തേ ആ വിഭാഗത്തിൽ നിന്ന് അഭ്യസ്ത വിദ്യരില്ലേ? ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരെയാണ് നിയമിച്ചത്. ആ ഈഴവ വിഭാഗത്തിൽ നിന്ന് 35-40 ലക്ഷം രൂപ കോഴ വാങ്ങാതെ ഒരാളെയെങ്കിലും നിയമിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറ. നേരത്തെ ശ്രീ മഹേഷ് പറഞ്ഞു സമുദായം ശക്തിപ്പെടുന്നു, ശ്രീ വെള്ളാപ്പള്ളിക്ക് കീഴിൽ കുടുംബ ശക്തിപ്പെടുന്നു എന്ന് പറയണം. ഏത് സമുദായത്തിൻ്റെ കഥയാണ് പറയുന്നത്? 90 ലക്ഷം സമുദായങ്ങൾ ഇവിടെ ഈഴവ ജനവിഭാഗത്തിൻ്റെ കൂടെയുണ്ട്. 28 ലക്ഷം പേർ മാത്രമാണ് SNDP അംഗങ്ങളായിട്ടുള്ളത്. അതിൽ വെള്ളാപ്പള്ളി ഭക്തന്മാരായിട്ടുള്ളവർ, ഇതിനിടയിൽ അദ്ദേഹത്തെ എതിർക്കാതെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായി കൂടുന്നവർ, അതിലും എത്രയോ മൈക്രോ മൈനോറിറ്റിയാണ്. ഇതിനാണ് ഈ കണക്ക് യഥാർത്ഥത്തിൽ പുറത്തു പറയണം. ഇത് 90 ലക്ഷം ഈഴവ ജനവിഭാഗത്തിൽ 28 ലക്ഷം പേർ മാത്രമാണ് ഇതുവരെയും SNDPയിൽ ടെക്നിക്കലി സാങ്കേതികമായെങ്കിലും അംഗങ്ങളായി എന്ന് അവകാശപ്പെടാനാകുക. ഇതിലൊരു മൈക്രോ മൈനോറിറ്റി മാത്രമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശ പരിപാലന സംഘത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. ഇവിടെ ഒരു സംശയവുമില്ല, ആരും ശ്രീനാരായണ ദർശനങ്ങൾക്കോ ശ്രീനാരായണീയർക്കോ എതിരല്ല. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ കച്ചവടത്തിനും അദ്ദേഹത്തിൻ്റെ കീഴ്വഴക്കങ്ങൾക്കും എതിരാണ്. ഇത് വെള്ളാപ്പള്ളിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടം, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നേട്ടം, അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾ ഇതിനു വേണ്ടി ഇതിനുപയോഗിക്കുന്നു. ഇതിനെതിരെ ശക്തമായി നമ്മൾ എതിർക്കും. ഇത് ശ്രീനാരായണീയരല്ല, വെള്ളാപ്പള്ളിയരാണ് എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ഇതിനകത്ത് ഉയർന്നിട്ടുള്ളത്. അവിടെയാണ് ഇതൊരു ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഒരു ഫോബിയ, ഒരു ഭയം, അവരെ ചുവട് ചുവട്ടി നിൽക്കുന്ന ആ മണ്ണ് ചോർന്നു പോകുന്നുള്ളത് മാത്രമാണ്. ഇപ്പം ഇതിൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? ഇപ്പം SNDP എന്ന് പറയുന്നത് അവരുടെ ഒരു സംഘടന, അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് വാങ്ങിയല്ലോ പ്രവർത്തിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലൈസൻസ് വാങ്ങിയല്ലോ പ്രവർത്തിക്കുന്നത്. അവർക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. നാളെ SNDP പറയണം ഞങ്ങൾ ഈഴവ സമുദായമാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ കൂടണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് പറയോ? SNDP പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് ഇവരെ പോളിറ്റ് ബ്യൂറോ എടുത്തു നോക്ക്, ഏതെങ്കിലും പട്ടികജാതിക്കാരൻ്റെ ഇതിനകത്തുണ്ടോ? തൊഴിലാളി സംഘടനയുടെ തൊഴിലാളി വർഗ സർവാധിപത്യമാണല്ലോ ഇവർ പറയുന്നത്. ഇവർ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ സമരമാണ്. തൊഴിലാളി മാന്യമായി ശമ്പളം കൊടുക്കുന്നുണ്ടോ? അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ അപ്പോയിന്റ്മെന്റിന് പൈസ വാങ്ങുന്നുണ്ട്. ജനേശനോ രമേശനോ എന്ന് പറഞ്ഞ DYFIയുടെ സംസ്ഥാന ട്രഷററെ സസ്പെൻഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? 35-40 ലക്ഷം രൂപ അവിടെ അദ്ദേഹം പൈസ കൈക്കൂലി കൊടുത്തതിന്റെ പേരിൽ. അപ്പൊ കൈക്കൂലി വാങ്ങുന്നുണ്ടല്ലോ,
കൊടുത്തതിന്റെ പേരിൽ ശിക്ഷ എടുത്തുള്ളൂ, ബാങ്കിന്റെ പേരിൽ നടപടി എടുത്തിട്ടില്ല. അല്ല, ഇവിടെ അഭിപ്രായ വ്യത്യാസവും നിയമപോരാട്ടവും ഉണ്ടായിട്ടുള്ളത് SNDP ഉള്ളിൽ നിന്ന് തന്നെയാണ്. SNDP-ക്കകത്ത് പ്രശ്നമുണ്ടെങ്കിൽ അവരത് പരിഹരിക്കും, അവർക്ക് അതിന് നിയമപരമായി നോക്കാം. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ ഫസൽ ഗഫൂറിന് ഇത്ര ആവേശം എന്താ? ഞാൻ ചോദിക്കട്ടെ, എന്താ അവർക്ക് ആവേശം? ഞാൻ പറഞ്ഞോട്ടെ, ഇവർക്ക് ആവേശം എന്താ? അവരുടെ സംഘടനയിൽ തെറ്റുണ്ടെങ്കിൽ അതിന് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെങ്കിൽ അതിന് നിയമപരമായി അവർക്ക് നടപടികൾ സ്വീകരിക്കാമല്ലോ. നടപടികൾ ഇപ്പൊ SNDP-ക്കെതിരെ നടപടിയുണ്ട്, കേസുണ്ട്, അത് വിധി വരട്ടെ. അതിനു മുമ്പ് നിങ്ങൾ എന്തിനാ കുരിശിലേറ്റുന്നത്? ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് ചെറുന്നൂർ ജയപ്രകാശ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 4 പേർ പട്ടിയെ തല്ലുപോലെ തല്ലി. ഈ പറയുന്ന ഞാൻ പറയട്ടെ സാർ, പറയട്ടെ, അതിനകത്ത് ഉന്നയിച്ചതാണ് ഇത് SNDP. ഞാൻ പറയട്ടെ പ്ലീസ് ഞാനൊന്ന് പറയട്ടെ, അതിനതല്ലല്ലോ മറുപടി. ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം ഉന്നയിച്ച കാര്യം എന്താ? ഇതിനകത്ത് ആ സമുദായത്തിനകത്ത് ഇതിനെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ ഉന്നയിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, അതിനകത്തൊരു ഡെമോക്രസി നടക്കട്ടെ എന്നാണ്. അതിനകത്ത് ഡെമോക്രസി ഇല്ല എന്നതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, ജാതി ചോദിക്കരുത്, മതം പറയരുത്, മിണ്ടരുത് എന്ന് പറയും. അത് SNDP-ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും നിങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു. അതിനെതിരായിട്ട് ഒരു വാക്കും ഉന്നയിക്കുന്നില്ല. നിങ്ങൾ SNDP മാത്രമേ എതിർക്കുള്ളൂ. അതെന്തുകൊണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. ഈ സോണിയാഗാന്ധിയെ വെള്ളാപ്പള്ളി നടേശൻ കാണാൻ പോയിട്ടുണ്ട് കുടുംബസമേതം. നിങ്ങൾക്ക് ആർക്കും വിഷമം ഉണ്ടായിട്ടില്ല. ഈ അച്യുതാനന്ദനെ കുടുംബസമേതം കാറിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടില്ല. BJP-യുമായി അദ്ദേഹം സഹകരിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് വിഷമമുള്ളൂ. സജി ചെറിയാൻ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ട് കാലിൽ തൊട്ട് വണങ്ങിയിട്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വിഷമമില്ല. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. കാര്യം പറയട്ടെ, ഒരു സംശയവും വേണ്ട, സോണിയാഗാന്ധിയെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളെയോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കാണുന്നത് പോലെയല്ല BJP-യെയും മോഡിയും കാണുന്നത്. കാരണം പറയട്ടെ ഇത് C. കേശവന്റെ ജീവിത സമരം എന്ന പുസ്തകമാണ്. C. കേശവനേക്കാൾ വലിയ ആളല്ലല്ലോ എന്തായാലും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത് കരുതുന്നു. അതിൽ പേജ് നമ്പർ 265 പേജ് നമ്പറിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം വിവരിക്കുന്നുണ്ട്. മോഡിയെക്കാളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഹൈന്ദവ ദേശീയതയുടെയും സാംസ്കാരിക ദേശീയതയുടെയും സന്ദേശം ഉയർത്തിയ ആളായിരുന്നു, രാമരാജ്യത്തിൻ്റെ മുദ്രാവാക്യം വെച്ച ആളായിരുന്നു മദൻ മോഹൻ മാളവ്യ. ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിക്കുന്നതിന് വേണ്ടി മദൻ മോഹൻ മാളവ്യ ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ചു, ഹൈന്ദവ സംഘടനകളുടെ യോഗം വിളിച്ചു. കോട്ടയത്ത് അദ്ദേഹം വിളിച്ചേർത്ത യോഗത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് ഈ പുസ്തകത്തിലെ 265 ഭാഗം. ഇവിടെ വരുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് രാമരാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ ആവശ്യം, എവരീ പറയുന്നത് പോലെ ഹൈന്ദവ ഏകീകരണത്തിന്റെ ആവശ്യം. ഞാൻ പറയട്ടെ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ ആവശ്യം. ഇതിനെക്കുറിച്ച് മദൻ മോഹൻ മാളവ്യ വികാരഭരിതമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു നിർത്തണമെന്ന് പറഞ്ഞു. ശുദ്രമുനിയെ വെട്ടിക്കൊന്ന രാമന്റെ ഭരണത്തെക്കാൾ ഞങ്ങൾക്കിഷ്ടം രാവണന്റെ ഭരണമാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ പറഞ്ഞ ആളിന്റെ പേര് സഹോദരൻ അയ്യപ്പൻ എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല, ഈ രാഷ്ട്രീയ സാഹചര്യവുമല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പ്. പറഞ്ഞോട്ടെ, ഇവിടെ നേരത്തെ ശ്രീ ഷായി വെട്ടൂരാൻ സൂചിപ്പിച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് എഴുതി വെച്ചെടുത്തതെന്ന്. ജാതി വേണം, മതവ്യത്യാസങ്ങൾ വേണം. ഇവിടെ വിചാരധാരയിൽ തന്നെ പറയുന്ന 3 അധ്യായങ്ങളിൽ ശത്രുക്കളുണ്ട്, ആഭ്യന്തര ശത്രുക്കൾ, അത് മുസൽമാനും ക്രൈസ്തവനുമാണ് എന്ന് പറഞ്ഞു വെക്കുന്നിടത്തേക്ക് എന്നിടത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി സംഘടനയെ, ഗുരുദേവന്റെ ദർശനങ്ങളെ കൊണ്ട് പണയം വെക്കുന്നതിനെതിരെ മാർക്സിസ്റ്റുകാരനല്ല, കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ധാർമ്മിക രോഷമുള്ള ഈ ഗുരുദേവനോട് ഇത്രയും സ്നേഹവും പ്രേമവും തോന്നുന്നുള്ളൂ. 1988 അരുവിപ്പുറത്ത് ശതാബ്ദി ആഘോഷം നടക്കുന്ന സമയത്ത് EMS-നെ വിളിച്ചപ്പോൾ അദ്ദേഹം പോയില്ല. 3 ദിവസം ദേശാഭിമാനിൽ എഴുതി. ഞാൻ എന്തുകൊണ്ട് പോകാത്തതെന്ന് EMS പറഞ്ഞത്, ഞാൻ അവിടെ പോയാൽ ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾക്ക് ഇന്നും കാലികമായി പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വരും, ഞാനത് തയ്യാറല്ല എന്ന് എഴുതിയ EMS-ന്റെ പാർട്ടിക്കാരനായ റഹീമാണ് പറയുന്നത് ഗുരു ദർശനത്തെക്കുറിച്ച്. പിന്നെ വേറൊരു കാര്യം, ഈ ലേഖനങ്ങളും പുസ്തകങ്ങളൊക്കെ എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ EMS-നെ കുറിച്ച് പുസ്തകമുണ്ട്, പുന്നപ്ര വയലാറിനെ കുറിച്ച് സമരമുണ്ട്. അല്ല, ഒരു സമരമുണ്ട്. ഞാൻ പറയട്ടെ, പുന്നപ്രയുടെ കാണാപ്പുറങ്ങൾ ഒരു പുസ്തകമുണ്ട്. അത് നിങ്ങൾ നോക്കി, KT ജോർജ് എഴുതിയ പുസ്തകത്തിൽ EM ശങ്കരൻ നമ്പൂതിരി പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ഏതായാലും SN ട്രസ്റ്റുമായി ബന്ധപ്പെട്ട്, SNDP-യുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ, ഇത്തരം തർക്കങ്ങൾ നടക്കുമ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് ഏത് തലത്തിലാണ് എന്ന ചോദ്യം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൂടി അവിടെ ശ്രീ ഫസൽ ഗഫൂറിനോട് ആ വിഷയത്തിലൊരു ചോദ്യം കൂടി. ശ്രീ ഫസൽ ഗഫൂറിനെ പോലെയുള്ളവർ എന്തുകൊണ്ട് ഈ വിഷയം ചോദ്യം ചെയ്യുന്നു, എന്തിന് താങ്കളെ പോലുള്ളവർ ഇതിനെക്കുറിച്ച് ആകുലപ്പെടുന്നു, അത് SNDP അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അവിടെ താങ്കൾ ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു സാഹചര്യം കൂടി, ആ ഒരു വിഷയം കൂടി. ഞാൻ പറയാം, ആദ്യം തന്നെ ഈഴവ സമുദായത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞാൻ. കാരണം ശിവഗിരിയിൽ 4 മാസങ്ങൾക്ക് മുമ്പ്
ഗുരുദശകം എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതാനായിട്ട് എന്നെ കൊണ്ടാണ് എഴുതിപ്പിച്ചത് ശിവഗിരിയിൽ. ഫസ്റ്റ് ലെറ്റർ ഗുരുദശകത്തിന് ഞാനാണ്. അവർ വേൾഡ് റെക്കോർഡിന് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന ആദ്യമായിട്ട് കത്ത് എഴുതിയത് ഞാനാണ്, ഗുരുവിൻ്റെ വാക്കുകൾ. ശിവഗിരി പോയിട്ട് അവരെ ക്ഷണപ്രകാരം. അതിന് മുമ്പാണ് നരേന്ദ്രമോദി അവിടെ വന്നത്. അപ്പോൾ ഞാൻ അവരും കൂടെ പ്രശ്നമില്ല. രണ്ടാമത്, ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചില്ലല്ലോ വെള്ളാപ്പള്ളിയെ പറ്റിയിട്ട്. ഞാൻ അദ്ദേഹം പണമെടുത്തെന്ന് പറഞ്ഞില്ല, അത് തെളിയിക്കേണ്ട അച്യുതാനന്ദാണെന്ന് പറയുമ്പോൾ കുട്ടി കയറി കട്ട് ചെയ്തതാണ്. മനസ്സിലായി? ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ എസ് എൻ ട്രസ്റ്റിൻ്റെ ഘടന അനുസരിച്ചിട്ട് അതിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ആ അധികാരം അനുസരിച്ച് അദ്ദേഹത്തെ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കള്ള് കച്ചവടക്കാരെന്ന് പറയുന്ന കാര്യമുണ്ട്. ഞാനൊരു ന്യൂറോളജിസ്റ്റാണ്. എന്തായാലും മുസ്ലിം സമുദായത്തിൽ ആദ്യത്തെ DMD ഉള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കള്ളുകൂടി ശരീരത്തിന് ഹാനികരമാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പുറത്തോട്ടൊന്നും അതിന് മതപരമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെട്ടു എന്നും പറഞ്ഞുതരാം. നിരന്തരം SNDPക്ക് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നടക്കുന്നത് എന്താ അറിയോ? ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് അത് കിട്ടി, ന്യൂനപക്ഷങ്ങൾക്ക് ഇത് കിട്ടി, ET മുഹമ്മദ് ബഷീർ അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ DM ജേക്കബ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സെറ്റപ്പ് MES ആണ്. ഒരു സംശയം അതിനെ പറ്റി വേണ്ട. മനസ്സിലായി? ആ സെറ്റപ്പിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ചില സ്ഥിതിവിവര കണക്കുകൾ ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എവിടെയാണ് SNDP പുറകിലുള്ളത്? ഞങ്ങളെക്കാട്ടും ഇരട്ടി കോളേജുണ്ട് SNDPക്ക്, MESനെക്കാട്ടും. ഞങ്ങളുടെ 3 ഇരട്ടി സ്കൂളുണ്ട് SNDPക്ക്. ഞങ്ങളെക്കാട്ടും അവരിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലത്തിൽ 3750 അപ്പോയിൻമെൻറ്റ് നടത്തിയപ്പോൾ അവരെങ്ങാണ്ട് 9000 അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ മൈക്രോ ഫൈനാൻസ് മുഴുവൻ അവർക്ക് ബാക്കോട്ടിൽ ഇതിൽ കിട്ടുന്നത്. MES പ്രസിഡന്റിന് ഈ ഗവൺമെന്റ് ഒരു ചുക്കും തന്നിട്ടില്ല. ഞാൻ ഒരു പോസ്റ്റും ഹോൾഡ് ചെയ്യുന്നില്ല. അതേസമയം വെള്ളാപ്പള്ളിയുടെ കുടുംബം ഒരുപാട് പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈ ഗവൺമെന്റ് കീഴിൽ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രീണനം എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വക്താവ് എന്നുള്ള നിലക്ക് ഇവരെന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഇവർ ആലപ്പുഴ കൂടിയ മീറ്റിങ്ങിലും പറഞ്ഞത് എന്താ? ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനെപ്പോലും എതിർക്കുന്ന ആളല്ല. എന്നിട്ട് ഞാൻ അതിനെപ്പോലും എതിർക്കുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഈ സർക്കാർ കുറേയേറെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പൊ ഞാൻ പറയണത് കേൾക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നത്. കാരണം ഞങ്ങളെ പറ്റിയിട്ടൊരു ചാർജ് വരുമ്പോൾ ഞാൻ വെറുതെ കൈകെട്ടിയിരിക്കുന്നത് ശരിയല്ല. കാരണം അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 7000 പോസ്റ്റുകൾ നഷ്ടപ്പെട്ടു മുസ്ലിം സമുദായത്തിന്. പക്ഷേ ഈഴവ സമുദായത്തിന് ഒന്നും നഷ്ടപ്പെട്ടില്ല. ലത്തീൻ കത്തോലിക്കർക്ക് 3000 പോസ്റ്റ് നഷ്ടപ്പെട്ടു. മറ്റുള്ള ഹിന്ദു സമുദായങ്ങൾക്ക് 3000-4000 പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഈഴവ സമുദായത്തിന് ഇവിടെ എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലാ കാര്യം ജാതി മതത്തിന് കണക്ക് വെച്ച് പറ്റില്ലേ SNDP പറയുന്നത്? പിണറായി വിജയനും VS അച്യുതാനന്ദൻ എന്താ അവർ നായന്മാരാണോ? അല്ലല്ലോ. മനസ്സിലായില്ല? അപ്പോൾ ആ നിലക്ക് നമ്മൾ വെറുതെ ലേബലുകൾ നോക്കിയാൽ പറ്റൂല. ഈ പാലോളി മുസ്ലിമാണോ? അല്ല, പാലോളി കമ്മ്യൂണിസ്റ്റുകാരനാണ്. എളമരം കരീം മുസ്ലിമാണോ? അല്ല, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരാളുടെ പേര് നോക്കിയിട്ട് ഇയാൾ മുസ്ലിമാണ്, ഇയാൾ ക്രിസ്ത്യാനിയാണ്, അപ്പോൾ അത് അയാൾക്ക് കിട്ടി, ഇയാൾക്ക് ഇത് കിട്ടി. ഈ തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മ്യൂണാലിസം, ഞാനൊരു വാക്ക് ഉപയോഗിക്കണം, സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മ്യൂണാലിസം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുസ്ലിം ലീഗിന് ഒട്ടും അനുകൂലമായിട്ടുള്ള ഒരാളാണ്. 5ാം മന്ത്രിയെ എതിർത്ത ആളാണ് ഞാൻ. മനസ്സിലായില്ല? അപ്പോൾ ആ നിലക്ക് 5ാം മന്ത്രിയെ എൻ്റെ സമുദായത്തിൽപ്പെട്ടതിന് എനിക്ക് എതിർക്കാന്നുണ്ടെങ്കിൽ SNDP യോഗത്തിൽ എന്തെങ്കിലും തോന്നിയാസം നടക്കണമെങ്കിൽ വളരെ വേഗം ഒരു റൗണ്ട് കൂടി പോയ ശേഷം ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ശ്രീ ഷാജി വെട്ടൂരാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കള്ളുകച്ചവടക്കാരൻ എന്ന വേർഡ് അദ്ദേഹം മാറ്റുന്നുണ്ട്. എങ്കിൽ കൂടിയും കാര്യങ്ങൾ എങ്ങനെ ഈ വിധത്തിൽ മറ്റാർക്കും കണക്ക് കാണിക്കേണ്ടാത്ത തരത്തിലേക്ക് എത്തി എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. ഇതിൽ സത്യം നിറഞ്ഞ ഒരു പ്രവർത്തന ശൈലിയാണ് ഉള്ള. ഇതിലുള്ള ഈഴവർക്കെല്ലാവർക്കും ഗുരുദേവൻ്റെ അടുത്ത് ആദരവാണ്. 2 ഈഴവർ നന്നാവണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അത് 95% ആൾക്കാർക്ക് ബോധ്യമായി. ആരും ഈ ശാഖാ പ്രവർത്തനവുമായിട്ട് ബന്ധമില്ല. ശാഖയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലായിടത്തും കള്ളന്മാർ കാണും, നമ്മുടെ വീട്ടിലും കള്ളന്മാർ കാണും. അപ്പോൾ അതിലാരെങ്കിലും കാണിച്ചു കൊടുത്താൽ വെള്ളാപ്പള്ളി നടേശൻ്റെ സിസ്റ്റം എന്ന് പറയാൻ ആ കള്ളനെ ഒപ്പിയെടുക്കുക, ബ്ലോട്ടിംഗ് പേപ്പർ പോലെ അവനെ അവിടെ സ്ഥാപിച്ചിട്ട് പുള്ളിയുടെ നേട്ടങ്ങൾ നേടുക. അതനുസരിച്ച് ഒരു ബോർഡ് ഉണ്ടാക്കി. ഇപ്പോൾ ഗുരുദേവൻ പോലും ഈ ഇലക്ഷന് വന്ന് നിന്നാൽ, വെള്ളാപ്പള്ളിയുടെ സിസ്റ്റത്തിൽ കൂടെ വന്ന് നിന്നാൽ ഗുരുദേവൻ പോലും തോറ്റുപോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, ശ്രീ പത്മകുമാർ, അവസാനമായി ചർച്ച അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ SNDPക്ക് ഉള്ളിൽ തന്നെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. വലിയ നിയമ പോരാട്ടങ്ങൾ നടക്കുന്നത്. ആ ഘട്ടത്തിലാണ് BJPയുമായി ചേരുന്നു എന്ന് പറയുന്നു. ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി എന്നാൽ ബീഫ് കഴിക്കുമെന്ന് അടക്കമുള്ള വിവാദപരമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ആ വിധത്തിലുള്ള വാർത്തകളെയൊക്കെ തള്ളിക്കളയുന്നു.
അതേസമയം കുടുംബവുമായി ഈ VS സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ട് കുടുംബക്കാരെ മാത്രം കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ വിധത്തിൽ മോഡിയെ അടക്കം പോയി കാണുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. സ്വാമി പറഞ്ഞു ബീഫ് കഴിക്കുന്നത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അല്ല, ഞങ്ങൾ പശുവിനെ കൊല്ലരുത്. ഞാൻ ഒരു റെസ്ട്രിക്ഷൻ നിലവിൽ ഇന്ത്യയിൽ 24ഓളം സംസ്ഥാനങ്ങളിലുള്ള നിയമം എൻഫോഴ്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വെള്ളാപ്പള്ളി ബീഫ് കഴിക്കുകയോ ചിക്കൻ കഴിക്കുകയോ അതൊന്നും ഇതൊരു പ്രശ്നമേ അല്ല. ഇപ്പം ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളാപ്പള്ളി എടുത്തൊരു രാഷ്ട്രീയ നിലപാട് അത് ഞങ്ങൾ കുറേ കാലങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പോയി യോജിച്ച് വരുന്നത് കൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പം ഈ ഒരു സ്ഥിതിവിവര കണക്കിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരു പ്രൊഫഷണൽ കോളേജ് ഇവരെല്ലാവരും 57 മുതൽ മാറി മാറി ഭരിക്കുകയല്ലേ, ഒരു പ്രൊഫഷണൽ കോളേജ് SC/ST സമുദായത്തിനുണ്ടോ? ST സമുദായത്തിൽ നിന്ന് ഒരു പ്രൊഫഷണൽ കോളേജ് ഉണ്ടോ? ഒരു SC സമുദായത്തിനൊരു പ്രൊഫഷണൽ കോളേജ് ഉണ്ടോ? ടോട്ടൽ ഇവർ MESന്റെ കണക്കാണ് ഇദ്ദേഹം പറയുന്നത്. മുസ്ലിം സമുദായത്തിന് കിട്ടിയ മൊത്തം കണക്കെടുത്ത് നോക്കുക. കേരളത്തിൽ മൊത്തം കോളേജുകളുടെ 10% ഈ പറഞ്ഞ ഭൂരിപക്ഷ സമുദായത്തിനുണ്ടോ? പ്രൊഫഷണൽ കോളേജുകൾ ഒരു 5% ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഇവർ പല തട്ടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നേടും. കുഴപ്പമൊന്നുമില്ല, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷത്തിന് കിട്ടേണ്ട ആനുകൂല്യം കിട്ടിക്കോ. പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിനും ആവശ്യം വേണമെന്ന് പറയുമ്പോൾ എന്താ എല്ലാവർക്കും ഒരു വിഷമം തോന്നുന്നത്? ഒരാളുടെയും അവകാശം നിഷേധിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? മുസ്ലിം സമുദായത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞോ? ക്രിസ്ത്യൻ സമുദായത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞോ? അതേസമയം കിട്ടേണ്ട ആളുകൾക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ എന്തിനാണ് എല്ലാവരും കൂടി ഒരുമിക്കുന്നത്? ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. ശ്രീ റഹീമിന്റെ റിയാക്ഷൻ കൂടി. പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് വെള്ളാപ്പള്ളിയും പറയുന്നു, ഇദ്ദേഹവും പറയുന്നു, ഭൂരിപക്ഷ സമുദായത്തോടൊന്നും കിട്ടുന്നില്ല. അതിന്റെ കാരണം ഇവിടെ വലത് ഇടത് മുന്നണികൾ ഭരിക്കുന്നതാണ്. അതിനി വരാനുള്ള ഏക സേവിയർ എന്ന് പറയുന്നത് BJP ആണ്. ഇതാണല്ലോ ഒരു പറയുന്ന ഭാഗം. അതുകൊണ്ട് BJPക്ക് അനുകൂലമായി പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗുജറാത്തിൽ ഇപ്പോൾ നടക്കുന്ന ദേശീയ ശ്രദ്ധ ആകർഷിച്ച പ്രക്ഷോഭത പട്ടേൽ സമുദായത്തിൻ്റെതാണ്. ഇവിടുത്തെ നായർ സമുദായത്തോട് ചേർന്ന് വെക്കാൻ കഴിയുന്ന മുന്നോക്ക സമുദായ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഇവർ പറയുന്നു ഈ പറയുന്ന ഇക്വേഷൻ എന്തുകൊണ്ട് ഗുജറാത്തിനെ പോലെ BJPക്ക് ഇന്ത്യയിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഉയർത്തി കാണിക്കാൻ വേറെ മാതൃകയില്ലല്ലോ. അവർ പറയുന്ന മാതൃക തുടർച്ചയായ ഭരണം, അവർ പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കി. അവിടെ പോലും ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായം എന്തുകൊണ്ട് പിറകിൽ പോയി? ഇവിടെ വരുന്ന പ്രശ്നം സ്ഥിതിവിവര കണക്കുണ്ട്. നേരത്തെ മനോഹരമായൊരു ടേം ശ്രീ ഫസൽ ഗഫൂർ ഉപയോഗിച്ചു. ഞാൻ ആ ടേമിന് വല്ലാത്തൊരു ക്ലാപ്പ് കൊടുക്കുകയാണ്. ഈ ടേം വളരെ കൃത്യമായി വിഷം പുരട്ടി ജനങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തു. ഹിന്ദു മുസ്ലിം ജാതി തിരിച്ച് വേർതിരിവുണ്ടാക്കുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ തന്നെയാണല്ലോ. എന്താ ഇദ്ദേഹം അത് കണ്ടില്ല? പർദ്ദയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുത്തില്ലേ? പർദ്ദയുമായി ബന്ധപ്പെട്ട ശക്തമായ നിലപാട് ശ്രീ ഫസൽ ഗഫൂർ എടുത്തപ്പോൾ എന്തുകൊണ്ട് അത് കണ്ടില്ല? ഇവിടെ പ്രശ്നം ഈഴവരുടെ കാര്യം പറയാൻ ഈഴവർക്ക് മാത്രം അവകാശം, അവരെ ചോദ്യം ചെയ്യാൻ ഈഴവർക്ക്. എന്തൊരു മുസ്ലിം പറയാൻ വരുന്നു, എന്തൊരു മാർക്സിസ്റ്റുകാരൻ പറയാൻ വരുന്നു, എന്തൊരു കോൺഗ്രസ്സുകാരൻ പറയാൻ വരുന്നു. ഈഴവ വിഭാഗം എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പ്രബലമായൊരു സമൂഹമാണ്. ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ക്ഷമിക്കണം, ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം. വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ റഹീം, ഒപ്പം തന്നെ ശ്രീ പത്മകുമാർ, ശ്രീ ഫസൽ ഗഫൂർ, ശ്രീ ഷാജി വെട്ടൂരാൻ, ഒപ്പം തന്നെ ശ്രീ KK മഹേഷ് ഈ അവസരത്തിൽ ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ചതിന്.